ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ കളങ്കാവലിൻ്റെ 6ാം ദിനമാണ് ഇന്ന്. ഈ 6ാം ദിനത്തിലും സിനിമ സ്റ്റഡി കളക്ഷനോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. മിഡ് വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടാൻ കഴിഞ്ഞു. 1366ഓളം ഷോകളാണ് സിനിമയുടേതായി ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1,09,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും 28% മുകളിൽ ഒക്യുപ്പൻസിയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതുവരെ 1,74,73,000 രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് ഫൈനൽ ഗ്രോസ് ആയിട്ട് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 2,10,00,000 തൊട്ട് 2,15,00,000 രൂപ വരെയായിരിക്കും. ഇന്നലെ സിനിമ 2,53,70,000 രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷനിലൂടെ വന്നതെങ്കിൽ 3 കോടിയോളമാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമ 21 കോടി കടന്നിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇനി വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെയുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. 5 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 54,82,00,000 രൂപ, അതായത് 55 കോടി എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. അതുതന്നെയായിരുന്നു ട്രാക്കേഴ്സ് എല്ലാം പറഞ്ഞിരുന്നത്. കേരളത്തിൽ നിന്ന് 21,64,00,000 രൂപ സിനിമ ഇന്നലെ വരെ നേടിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4,78,00,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് 5 ദിവസങ്ങൾ കൊണ്ട്. ഓവർസീസിൽ നിന്ന് 28,40,00,000 രൂപയോളമാണ് സിനിമ 5 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. മൊത്തം 5 ദിനം കൊണ്ട് 54.82 കോടിയാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 5ാം ദിനവും സിനിമയ്ക്ക് 55 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു പ്രീസെയിലൂടെ തന്നെ വന്നിരുന്നത്. എന്തായാലും മികച്ച രീതിയിലുള്ള കളക്ഷനുമായി സിനിമ മുന്നോട്ട് പോകുന്നു. ഇന്ന് സിനിമ 59 കോടിയിലേക്ക് എത്തും. 6 ദിവസം കൊണ്ട് 58-59 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ട്രാക്കേഴ്സ് പ്രവചിക്കുന്നത്. വരുന്ന ദിവസങ്ങൾ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിലൂടെ സിനിമ 75 കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് വരുന്ന ദിവസങ്ങളാണ് നമ്മൾ നോക്കാനിരിക്കുന്നത്. എന്താണേലും ഡിസംബർ 18-ന് കളങ്കാവലിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഭ എന്ന ചിത്രം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആണ് ഏറ്റവും ഒരു ചോദ്യം ഉയരുന്നത്. സിനിമ 100 കോടി ക്ലബ്ബിൽ കയറാൻ എല്ലാ സാധ്യതകളുമുള്ള ഒരു ചിത്രമാണ്. പക്ഷേ ഇനിയുള്ള സിനിമകളുടെ കുത്തൊഴുക്ക് മമ്മൂട്ടി കമ്പനിക്ക് തെറ്റുപറ്റിയോ? ഒരാഴ്ച മുമ്പേ ഇറക്കേണ്ട സിനിമയായിരുന്നു. ആണെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ സിനിമ 100 കോടി കടന്നേനും എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യവുമാണ്. എന്തായാലും ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണം. കാരണം ഇത്ര ഗംഭീരവും ഇത്ര മികച്ച പ്രകടനവും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു നടനിൽ നിന്ന് മാത്രമാണ്, മമ്മൂട്ടി. അത് അദ്ദേഹത്തിൽ നിന്ന് പോലും ഏറ്റവും പീക്ക് ലെവലിൽ ലഭിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, അത് നിങ്ങളുടെ നഷ്ടമാകും നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.